ശ്രീ കെ വി അബ്ദുൽ ഖാദർ, മുഖ്യമന്ത്രിക്ക് പേടിയാണ്, നിഴലിനെ പോലും പേടിയാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ ഭീരു? നവകേരള സദസ്സിലുടനീളം കണ്ടതെന്താണ്? അതിൽ നിന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുന്നത് എന്താണ്? ശ്രീ കെ വി അബ്ദുൽ ഖാദർ. വളരെ വ്യക്തമല്ലേ, കേരളം മുഴുവൻ കണ്ട കാര്യമല്ലേ. വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്നോ അല്ലെങ്കിൽ ഔദ്യോഗിക വസതിയിലിരുന്നോ ഒക്കെ നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ ഭീരു എന്ന് അദ്ദേഹം വിളിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് എന്നല്ലാതെ അതിന് വസ്തുതകളുമായിട്ട് ബന്ധമില്ല. ഒന്ന്, ഇത്തരമൊരു പരിപാടി സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം അതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ പരിപാടിയാണ്. എന്തിനാണ് ഇത്തരമൊരു പരിപാടി പ്രതിപക്ഷം ബഹിഷ്കരിച്ചത് എന്ന് കൃത്യമായിട്ട് ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല. ഈ പരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് ഭീരുത്വം എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓരോ ഇടങ്ങളിലും 36 ദിവസം സംസ്ഥാനത്താകെ പര്യടനം നടത്തിയ നവകേരള സദസ്സിൽ ഓരോ കേന്ദ്രങ്ങളിലും വന്നത് 10,000-കണക്കിന് ആളുകളാണ്. ജനങ്ങൾ തീർച്ചയായിട്ടും പരാതികൾ നൽകിയിട്ടുണ്ട്, വിവിധങ്ങളായിട്ടുള്ള പരാതികൾ. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇത്തരത്തിൽ നടത്തിയ ഒരു പരിപാടി, സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സദസ്സ്, അതിനെ എന്തിനാണ് പ്രതിപക്ഷം ഇത്രമേൽ ഭയപ്പെട്ടത്? യഥാർത്ഥത്തിൽ കേരളം കണ്ട ഏറ്റവും ഭീരുക്കളായ പ്രതിപക്ഷം ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇത്തരത്തിലുള്ള പരിപാടികൾ ബഹിഷ്കരിക്കുന്നതിലൂടെ പ്രതിപക്ഷം അവരുടെ ഭീരുത്വമാണ് പ്രകടിപ്പിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ, പരിപാടികളിൽ പ്രതിപക്ഷം പങ്കെടുത്തുകൊണ്ട് അവരുടെ നിലപാട് വിശദീകരിക്കുകയാണ് വേണ്ടത്. ഒരു സംവാദം എന്ന് പറഞ്ഞാൽ അതാണ്. അത്തരമൊരു സംവാദത്തിന് മുതിരാതെ, അത് കേരളീയമാണെങ്കിലും നവകേരള സദസ്സാണെങ്കിലും ഞങ്ങളില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചോടുകയും മാറി നിന്ന് മാധ്യമങ്ങളിലൂടെ ആക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയാണ് അവർ സ്വീകരിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ പ്രതിപക്ഷം ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞതല്ലാതെ ഈ നവകേരള സദസ്സിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സമരം നടത്താൻ തങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിയത്. യൂത്ത് കോൺഗ്രസ് ആവട്ടെ ആദ്യാവസാനം ആകെ 4 പേരും 5 പേരും ഒക്കെ പങ്കെടുക്കുന്ന കരിങ്കൊടി പ്രകടനം നടത്തി ഈ പരിപാടിയെ ഡിസ്റ്റർബ് ചെയ്യാൻ കഴിയുമോ എന്നാണ് ശ്രമിച്ചത്. അവർ പ്രഖ്യാപിച്ച കുറ്റവിചാരണ സദസ്സ് എവിടെ എത്തി? കേരളത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ കൃത്യമായിട്ട് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന ഒരു പരിപാടി നടത്താൻ ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്, UDF-ന് കഴിഞ്ഞോ? ചീറ്റിപ്പോയി. അതിനർത്ഥം നവകേരള സദസ്സിൽ 10,000-ങ്ങൾ വരികയും കുറ്റവിചാരണ സദസ്സിൽ ആളുകളില്ലാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അത് വ്യക്തമാക്കുന്നത്, ഇവിടെ നേരത്തെ അവതാരക പറഞ്ഞൊരു കാര്യം, ഈ സംസ്ഥാനത്ത് ഗവൺമെൻറ് ജനങ്ങളുമായി സംവദിക്കാൻ തയ്യാറാണ്. തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കാൻ തയ്യാറാണ്. പ്രതിപക്ഷം പക്ഷേ ഒളിച്ചോടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ശ്രീ സതീശൻ ഇന്ന് നടത്തിയ ആക്ഷേപം അദ്ദേഹത്തിന് മാത്രം ചേരുന്ന ഒന്നാണ്. ഏറ്റവും വലിയ ഭീരുവായ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം എന്ന് ഈ നടപടികളിലൂടെ തെളിയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 36 ദിവസം കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിലും നടത്തിയ പര്യടനവും ജനങ്ങളുമായി നടത്തിയ കാര്യങ്ങളുടെ പരസ്പര ചർച്ചയും വ്യക്തമാക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ആത്മവിശ്വാസമാണ്. ജനങ്ങളെ സമീപിക്കാനുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ആത്മവിശ്വാസം തന്നെയാണ് ഈ പരിപാടിയിലൂടെ പ്രകടിതമായത് എന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾക്ക് കഴിയും.